ഏട്ടാ എടാ നീയോ? നീ എന്താ പറയാണ്ട്? എന്നും പറഞ്ഞിട്ടല്ലേ വരുന്നത്. ഇന്നൊരു സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ചു. നല്ല ആളാ. നീയോട് പറഞ്ഞത് ഞാൻ വന്ന് പിക്ക് ചെയ്യല്ലേ നിന്നെ? അല്ല നിന്നെ അളിയും കൊണ്ട് വിട്ടതാ? അല്ലല്ല, ഞങ്ങൾ ഓട്ടോയിലാ വന്നത്. ഓട്ടോയിലോ? ചേട്ടൻ വന്നിട്ടുണ്ടെങ്കിലേ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. ഇന്നലെ തിരിച്ചു കൊണ്ടുവരും. ഓർക്ക വന്നാ സാധാരണ നീ വന്നത് ഓടി പോന്നല്ലേ? അളിനോടെ 2 മാസം കഴിഞ്ഞു വന്നാ മതി. കുറച്ചു ദിവസം ഇവിടെ നിക്ക്, ബാബേനൊക്കെ ഒന്ന് കാണട്ടെ. അങ്ങനെ ഉള്ളൂ. നിങ്ങളൊപ്പം കുറച്ച് നിക്കാലോ. പ്രിയ എപ്പോ വന്നു? ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ. പ്രിയ കുറച്ച് തടിച്ചല്ലേ? പക്ഷെ നീ കുറച്ച് മെലിഞ്ഞു കേട്ടോ. കുട്ടിയൊക്കെ ഉള്ളതല്ലേ. ഞാനൊന്നില്ല അമ്മനെ കണ്ടത്. അമ്മയുടെ അമ്മ കിച്ചണിലുണ്ട്. ആണോ? ട്രോളി എടുത്തേക്കണേട്ടാ. വരാട്ടോ. എന്തൊരു സന്തോഷം നോക്ക്. എന്നാലും നിനക്കൊരു കൂട്ടായില്ലേ? ഒരു പെങ്ങള്. അമ്മേ, എന്താ പരിപാടി? നീ എന്ത് പറയാതെ വന്നത്? ഒന്നുമില്ലമ്മേ, എല്ലാരും കണ്ടിട്ട് കൊറേ ആയില്ലേ. ഒന്നാമത് പ്രിയ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അവിടെ നിന്നിട്ട് നിപ്പറച്ചില്ല. അവളോട് കുറച്ച് സംസാരിച്ചിട്ട് കുറച്ച് ദിവസം ഇവിടെ നിക്കണം. പൊന്നോട് അമ്മന്റെ കയ്യിൽ മുളകട അമ്മ കൈകായിട്ട് എടുക്കട്ടെ. തെങ്ങ കൊടുത്തില്ലേ? അയ്യടാ, മുത്താണ് അമ്മന്റെ മുത്ത്. എനിക്ക് ഇതാന്നോട്ടിട്ട് പണിയെടുക്കൽ നടക്കില്ല മോളെ. ഞാൻ അവനെ കൊണ്ട് പറഞ്ഞത് ഒരു സെറ്റർ വാങ്ങാൻ, വെറുതെ പൈസ കളയാൻ വേണ്ടിട്ട്. ഇതേതാ മേഷോ? നല്ല വാങ്ങിണ്ടല്ലോ. ആ, ഇതെനിക്ക് അവൻ വാങ്ങിച്ച എന്താ മോളെ, നല്ല തണുപ്പല്ലേ രാവിലെ. ഇതൊന്നോട്ടിട്ട് എനിക്ക് പണിയെടുക്കാൻ കഴിയുന്നില്ല. മോൾക്ക് ഇഷ്ടപ്പെട്ടോ? നോക്കട്ടെ. നല്ല, എനിക്കിഷ്ടായി. എന്നാ മോളെടുത്തോ, എനിക്ക് അവരെ കൊണ്ട് സെറ്റർ വാങ്ങിക്കാൻ പറയാം. മോള് ചായ എടുത്തു വെക്കി. അമ്മ എടുക്ക. അമ്മയ്ക്ക് നല്ല സമാധാനായില്ലോ. ഇപ്പൊ ഒരാളായില്ലേ. ആ, പിന്നല്ലാണ്ടോ. കുഞ്ഞെവിടെ? ഉറങ്ങിയോ? വാവി ഇറങ്ങി. മോനിരിക്കോ, ചായ എടുക്കാൻ പറ്റുന്നു. മോനിരിക്കേ. വേണ്ട. അളിയനെങ്ങനെ ഇപ്പോ? പണ്ടത്തെ പോലെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി രാത്രി ലേറ്റായിട്ട് കാണാൻ വരുന്നത്, അതോ നേരത്തെ വരുന്നുണ്ടോ? ചെറുതായിട്ട് വ്യത്യാസമൊക്കെ ഉണ്ട് ആ സ്വഭാവത്തിന്. അവനൊക്കെ മാറിക്കോളെ. പിന്നെ എങ്ങനെ മോളെ, അമ്മയ്ക്കൊക്കെ സുഖമല്ലേ? അമ്മയ്ക്കൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഇടയ്ക്ക് വരാറുണ്ടോ? നേരത്തെ അമ്മയ്ക്ക് വരും. തണുപ്പ് തന്നെയാണല്ലേ ഇവിടെ ശരിക്കും? ചായ. മോളെ ചായ എടുത്തു. അത് ഏട്ടന് വേണ്ടി എടുത്ത ചായ. മോളിതെടുത്തോ? അത് അമ്മയ്ക്ക് വേണ്ടി എടുത്ത. അതിൽ ഷുഗർ ഇട്ടിട്ടില്ല. അതെന്താ മോൾക്കുള്ള ചായ എടുക്കാത്തത്? എനിക്ക് 2 കൈയിലേ ഉള്ളമ്മേ. 3 കൈയൊന്നും ഇല്ലല്ലോ. 3 കപ്പ് ചായ ഒരുമിച്ച് എടുത്തോണ്ട് വരാൻ വേണ്ടിട്ട്. ചേച്ചിക്കുള്ള ചായ കിച്ചണിൽ വെച്ചിട്ടുണ്ട്, പോയെടുത്തോ. എടാ, എനിക്ക് ചായ ഒന്നും വേണ്ട, നീ എടുത്ത് കുടിക്കാദ്യം. ഈ വീട്ടിലുള്ള ഞങ്ങൾക്കാണ് ആദ്യം ചായ തരണ്ടേ? അവളല്ലേ ഇപ്പൊ വന്നേ, അവൾക്കല്ലേ ചായ കൊടുക്കണ്ടേ? അതിന് അരമണിക്കൂർ നിന്നിട്ട് പോവാൻ വേണ്ടി വന്നതല്ലല്ലോ. 2-3 മാസം ഇവിടെ തന്നെ ഇല്ലേ. അപ്പൊ പിന്നെ വിരുന്നുകാരി അല്ലല്ലോ, വീട്ടുകാരി തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ ചായ അടുക്കളയിൽ കയറി എടുത്ത് കുടിക്കുന്നതിൽ എന്താ കുഴപ്പമില്ല? നീ ചായ കുടിക്ക്, ഞാനിപ്പോ വരാം. ഇതെന്തമ്മേ, ഞാൻ വന്നത് എങ്ങാനും ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ പ്രിയക്ക്? അങ്ങനെയൊന്നുമില്ല. മോൾ ഇവിടെ ഇരിക്കേ, അമ്മ ഭക്ഷണം ഉണ്ടാക്കട്ടെ. മോൾ ചായ എടുത്ത് കുടിക്കേ. അതെ, ചായ എടുക്കാൻ പറഞ്ഞപ്പോ എനിക്ക് 2 കൈയേ ഉള്ളൂ, 3 കൈയില്ല 3 കപ്പ് ചായ എടുക്കാന്നൊക്കെ പറഞ്ഞതേ ജോക്കായിട്ട് തന്നെ ആണല്ലോ അല്ലേ? ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ, അല്ലാണ്ട് ജോക്കായിട്ട് പറഞ്ഞതല്ല. എന്റെ ഭർത്താവിന്റെയും അമ്മേന്റെയും കാര്യങ്ങൾ നോക്കുന്നത് മനസ്സിലാകും. പെങ്ങൾക്ക് വരെ ഞാൻ ചായ എടുത്ത് മുമ്പ് കൊണ്ട് വെച്ചു കൊടുക്കണോ?
നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അവൾ ഇവിടെ ഒന്ന് കേറില്ലുള്ളൂ, നിനക്കെന്താ ഒരു ചായ പോലും എടുത്തു കൊടുക്കാൻ പറ്റില്ല? അതിനെ വന്ന് അരമണിക്കൂർ വന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ടി വന്നതല്ലല്ലോ. പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് ഇവിടെ തമ്പടിക്കാൻ വേണ്ടി വന്നതല്ല. ഇനി മാസങ്ങളോളം ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ അത്രയും എനിക്ക് വെച്ചൊരുക്കി കൊടുക്കാൻ പറ്റുമോ? നിങ്ങളും പറയുന്നുണ്ടായിരുന്നല്ലോ 2 മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ. ഇതേ അവളുടെയും കൂടെ വീടാ. അപ്പൊ എന്റെ പെങ്ങൾ ഇവിടെ വന്നിട്ട് 2 മാസം 3 മാസം നിൽക്കും. അതിന് നിനക്കെന്താ കുഴപ്പം? നിന്നോട് അവളെ നീ പ്രശ്നം ഉണ്ടാക്കാൻ വന്നോ? ആ എന്റെ പുറകെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലേ ഞാൻ കാണിച്ചു കൊടുക്കും ആരാന്നുള്ളത്. അവള് വന്ന് കയറിയാൻ തുടങ്ങിയതല്ലേ, എല്ലാവരും ആള് പുറകെ. നിങ്ങളാണ് ആ പെട്ടിയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. ഞാനും അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? നിനക്കറിയോ, ഞങ്ങളെ അവളെ പൊന്നു പോലെ നോക്കിയത്. കല്യാണം കഴിഞ്ഞ കുടുംബത്തിലേക്ക് പോയിട്ട് അവൾ അനുഭവിക്കാത്ത ഒന്നുമില്ല. പിന്നെ ഇവിടെ വരുമ്പോഴാണ് അവൾക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടുന്നത്. സത്യം പറഞ്ഞ അവളെ ആ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു വിട്ടതിന്റെ വിഷമം ഞങ്ങളുടെ മനസ്സിൽ ഇന്നും ഉണ്ട്. പിന്നെ അവളുടെ ഹസ്ബൻഡ് ആണെങ്കിലും ഒരു ലെവലില്ലാത്ത മനുഷ്യൻ. എപ്പോ നോക്കിയാണെങ്കിലും ഫ്രണ്ട്സും വെള്ളടിയും മാത്രം. അവളോട് ചോദിച്ചാണെങ്കിലോ ഒരു കുഴപ്പമില്ല എന്ന് പറയും. ആർക്കറിയാം, ചെന്ന് നോക്കി അറിയാം എന്താ അവസ്ഥ എന്ന്. അവൾ ഇങ്ങനെയാണ്. അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരോടും ഷെയറും ചെയ്യില്ല, ഇങ്ങനെ കാണിച്ച് നടക്കില്ല, എപ്പോഴും ഇങ്ങനെ ചിരിച്ചു കളിച്ച് നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടേ അവൾ ഇവിടെ വരുമ്പോ ആ സമയമെങ്കിലും അവൾ സന്തോഷത്തോടെ നിന്നോട്ടെ. നീയായിട്ട് അത് ഇല്ലാണ്ടാക്കരുത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഓരോരോ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് അവരവരായിട്ട് സോൾവ് ചെയ്യണം. അല്ലാണ്ട് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കല്ല ചെയ്യേണ്ടത്. ഇങ്ങോട്ട് എന്നെ കല്യാണം കഴിച്ച് വിടുമ്പോ നിങ്ങൾ എന്താ പറഞ്ഞു? പെങ്ങള് കല്യാണം കഴിഞ്ഞ് പോയതാണ്, പിന്നെ ഒറ്റ മോനേ ഉള്ളത്. ആ ഒരൊറ്റ വിശ്വാസത്തിലാണ് ഞാനും ഇങ്ങോട്ട് കയറി വന്നത്. അതിനിടയ്ക്ക് 3-4 മാസം ഇവിടെ വന്നിട്ട് സ്ഥിരതാമസാക്കുന്നുള്ള കാര്യം ഞാൻ അറിയോ? സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും തീരെ ഇഷ്ടമല്ല. അവള് വരുമ്പോഴത്തേക്ക് എല്ലാവരും അവളെ കുട്ടീനെയും പുറകെ കിടന്ന് നടക്കുന്നു. നിങ്ങൾ ആ കുട്ടീനെ എടുക്കണം കൊഞ്ചിക്കണമെന്നൊന്നും എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. നിങ്ങളെല്ലാവരും അവളെ സ്നേഹം കൊണ്ട് പൊതിന്റെ പോലെ ഞാനും പുറകെ നടക്കുകയാണെങ്കിലേ പിന്നെ അവൾക്ക് തിരിച്ചു പോകാനുള്ള മനസ്സൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞല്ലോ അവിടെ ഒരു സ്വസ്ഥതയും സമാധാനം ഒന്നുമില്ല, ഇവിടെ വരുമ്പോഴാണ് കുറച്ച് സന്തോഷം കിട്ടണമെന്നുള്ളത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ അവൾ ഇവിടെ തന്നെ സ്ഥിരതാമസാകും. പിന്നെ കുഞ്ഞിന്റെ കാര്യം വരെ ചിലപ്പോൾ നമ്മൾ നോക്കി കൊടുക്കേണ്ടി വരും. നീ കുറച്ച് അതിര് കടന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവളെ ഒന്നും ഇല്ലാത്തവളല്ല. ഈ വീട്ടിൽ എനിക്ക് എന്താണോ സ്ഥാനം അതേ സ്ഥാനം അവക്കുണ്ട്. ഞാൻ എന്തിനാ നിന്നോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെന്നറിയോ? അത് കേൾക്കുമ്പോഴേ നിനക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും വിചാരിച്ചിട്ട്. ഈ കുടുംബത്തിൽ നിന്നോട് ഒരാൾ മോശമായിട്ട് ഇതുവരെ പെരുമാറിയിട്ടില്ല, ഇതിനോട്ട് അങ്ങനെ പെരുമാറില്ല. പക്ഷെ നീയായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത്. അമ്മേ, ആ മോളെ, ഫ്രിഡ്ജിന്നേ ഒരു കോളിഫ്ലവർ എടുത്ത് കട്ടി. കോളിഫ്ലവറോ? അതെന്തിനാ അമ്മേ? എനിക്കൊന്നും കോളിഫ്ലവർ ഇഷ്ടമല്ല. ഏട്ടനും കഴിക്കില്ല, അമ്മയും കഴിക്കില്ല. പിന്നെ ആർക്ക് വേണ്ടിയാ? അനുന, അവൾക്കിത് ഭയങ്കര ഇഷ്ടമാ. അവിടെ ഉള്ളതൊന്നും ഉണ്ടാക്കാൻ കൂട്ടാക്കില്ല. മോളൊരു കാര്യം ചെയ്യ്, വേഗം കട്ടിയത്തെ വെള്ളത്തിട്ടൊന്ന് തിളപ്പിക്ക്. ഒരു പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കിട്ടോട്ടാ. ഇവിടെ നമുക്ക് ഭയങ്കര സുഖാണല്ലോ അമ്മേ. ഒന്ന് ഓർഡർ ചെയ്താൽ മതി, കഴിക്കുന്ന സാധനങ്ങൾ മുഴുവൻ മുമ്പിൽ എത്തിക്കോളും. അതിനും വേണം ഒരു യോഗം. മോളെന്താ അങ്ങനെ പറയുന്നത്? ഏയ് ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. ഇതിപ്പോ അവള് വന്ന അന്ന് മുതല് അമ്മയാണെങ്കിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അവക്ക് അതെടുത്ത് കൊടുക്ക്, ഇതെടുത്ത് കൊടുക്ക്, ചായ എടുത്തു കൊടുക്കുന്നൊക്കെ. പിന്നെ ഏട്ടനാണെങ്കിലും എന്ത് വേണമെന്ന് ചോദിച്ചു പുറകെ നടക്കുന്നുണ്ട്. വേറെ എവിടെ കിട്ടും ഇത്രയും വലിയ സൗഭാഗ്യം? അല്ല പിന്നെ ഇതൊക്കെ പ്രതീക്ഷ തന്നെയാണല്ലോ 2-3 മാസം ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത്. നല്ല കോളിഫ്ലവർ. അവളെ വന്ന് അടുക്കളയിലേക്ക് കയറാറുണ്ട്. ഇപ്പൊ കുഞ്ഞിന് സുഖമില്ലാത്ത കാര്യം കുഞ്ഞിന്റെ അടുത്ത് നിൽക്കുക. മോളൊരു കാര്യം ചെയ്യും, അതവിടെ വെച്ചിട്ട് വയ്ക്കാം, ഞാൻ ചെയ്തോളാം. പ്രിയ എവിടെ ഉണ്ടായിരുന്നോ? ഭാവിക്ക് നല്ല പനിയാടും. നല്ല ചുരിദാർ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളറ്. അനു വന്നു കയറിയ സമയത്തേ അമ്മേന്റെ കയ്യിൽ കണ്ടൊരു സ്റ്റോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിനാണ് ഏട്ടൻ വാങ്ങിക്കൊടുത്ത വില കൂടിയ സ്റ്റോൾ അമ്മ തന്നത്. അതുപോലെ ഈ കളർ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാല് ഇതെനിക്ക് തരാൻ പറ്റുമൊന്നുമില്ല കേട്ടോ. അനുവിന്റെ ഭർത്താവ് എങ്ങനെയാ, ഡ്രസ്സൊക്കെ വാങ്ങി തരുന്ന കൂട്ടത്തിലാണോ? അതോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ വരുമ്പോ ഏട്ടനും അമ്മയും വാങ്ങി തരുന്ന ഡ്രസ്സൊക്കെ ഉള്ളോ? അതെന്താ പ്രിയ അങ്ങനെ പറഞ്ഞു? ഇതൊന്നും ഇവിടെ നിന്ന് എടുത്തുന്ന ഡ്രസ്സൊന്നും അല്ല. ഇവിടെ വരുമ്പോഴൊക്കെ ഏട്ടൻ ചോദിക്കാറുണ്ട്,
ഡ്രസ്സൊക്കെ വാങ്ങി തരട്ടെന്ന്. പക്ഷെ ഞാൻ സമ്മതിക്കാറൊന്നുമില്ല. വെറുതെ എന്തിനാ ഏട്ടന്റെ കയ്യിൽ പൈസ കൊണ്ട് കളയുന്നത്? ആ, അതെനിക്ക് മനസ്സിലായി. ഏട്ടന്റെയും അമ്മേന്റെയും കയ്യിൽ നിന്ന് ഒരു സഹായം സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ 2-3 മാസം കൂടുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നിക്കാൻ വരുന്നത്. പിന്നെ എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ, എത്ര വേണേലും വന്ന് നിന്നോ. നിങ്ങൾ ആങ്ങളെയായി പെങ്ങളായി, ഞാൻ ആര് പുറത്തുനിന്ന് വന്ന ഒരാള്. ഇതെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? പ്രിയ എനിക്കെന്റെ സ്വന്തം അനിയത്തിനെ പോലെയാ. അതെ, ഒന്ന് മാറി തരുമോ? ഈ ബെഡ് ഒന്ന് വിരിച്ചു വൃത്തിയാക്കാണ്ടായിരുന്നു. അയ്യോ സോറി, ബെഡ്ഷീറ്റ് മാറ്റിക്കാം. അല്ലേ വേണ്ട, ഒന്ന് കിടക്കട്ടെ. നല്ല തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. എന്തായാലും നോക്കി നിൽക്കുന്നേ? എന്തെങ്കിലും എടുക്കാണ്ട് റൂമെന്നാ? ഒന്നുമില്ല. ആ, എന്നാലും ഒന്ന് പോവോ? കഥ അടച്ചിട്ട് പോണേ. മാനേഴ്സ് ഇല്ലാത്തൊരു സാധനം റൂമിലേക്ക് കയറി വരുന്ന രീതി നോക്കണേ. ഓ, ഇവിടെ വന്നിരിക്കായിരുന്നോ? ഇത്ര നേരം കുഞ്ഞിന് ആലോചിച്ച് നടക്കായിരുന്നല്ലോ. അതിനിപ്പോ എന്താ, കുഞ്ഞുറങ്ങി. ഓ, അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ മനുഷ്യന് ഒരു കാര്യം സംസാരിക്കാൻ പറ്റില്ലല്ലോ, എപ്പോഴും അതിനെ എടുത്തോണ്ട് നടക്കല്ലേ. അതെ, നമുക്കൊന്ന് പുറത്തു പോയാലോ? പുറത്തു പോകാനോ? അത് നല്ല കാര്യമാണല്ലോ. അല്ലെങ്കിൽ അനുവും കുഞ്ഞു വന്നിട്ടേ നമ്മൾ അവരെ എവിടേക്കും കൊണ്ടുപോയിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, ചെന്നിട്ട് അനുവിനോട് കൊണ്ട് റെഡിയാവാൻ പറ. ഓ, നിങ്ങൾക്ക് എന്തിന്റെ കേടാ മനുഷ്യ? നിങ്ങളുടെ പെങ്ങളെയും കുട്ടിനെയും കൂട്ടിയിട്ട് പുറത്തു പോകേണ്ട കാര്യമല്ല പറഞ്ഞത്. ഇല്ലേ തന്നെ അവളെ തിരുമോന്ത കാണാൻ വയ്യാണ്ട് ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞത്. അന്നതിനിടയ്ക്ക് അവളെയും കൂട്ടിക്കൊണ്ട് പോകാനാ വന്ന? അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അനുമതി. അമ്മയ്ക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും എല്ലാവരും ആ കുട്ടിനെയും ആലോചിച്ച് അവളെ ഇതാക്കിക്കൊണ്ട് നടക്കുക. എനിക്കിവിടെ ഒരു വിലയില്ല. സാധാരണ പെങ്ങന്മാര് വന്നിട്ടുണ്ടെങ്കിൽ 1/2 മണിക്കൂർ നിൽക്കും, അല്ലെ 1 മണിക്കൂർ നിൽക്കും. വേണ്ട, 2 ദിവസം എന്നാലും കുഴപ്പമില്ല. അത് ഒരാഴ്ചയായാലും ഇവിടെ തമ്പടിച്ചിട്ട് ഞാനാണെങ്കിൽ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല. എന്റെ റൂമിൽ കയറി വന്നിരിക്കുക. എന്നെ അനിയത്തിനെ പോലെയാണെന്ന്. എടി, നീ അവളെ അനിയത്തി തന്നെയാണ്. അവള് നിന്നെ സ്നേഹിക്കുന്നതാണ് നിന്റെ കുഴപ്പം. ഈ വീട്ടിൽ എല്ലാവർക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എല്ലാവരും നിന്നോട് ഇത്ര അടുപ്പം കാണിക്കുന്നത്. അപ്പൊ നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുക. അങ്ങനെ വലിഞ്ഞു കയറി വരുന്നവരൊന്നും എന്നെ സ്നേഹിക്കാൻ നിൽക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. നീ എന്താ എന്റെ പെങ്ങളെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? അവള് നിന്റെ ഔദാര്യത്തിലാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്നോ? അവളെ കല്യാണം കഴിഞ്ഞുള്ളൂ, അല്ലാണ്ട് ഇവിടുത്തെ എല്ലാ ബന്ധങ്ങളും കളഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞയച്ചതല്ല ഞങ്ങള്. അവൾ ഇതിനു മുമ്പ് ഇവിടെ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഇന്നും. എനിക്ക് ഈ വീട്ടിലുള്ള എല്ലാ അവകാശങ്ങളും അവക്കും ഉണ്ട്. എന്റെ പേരിൽ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ വഴക്കിടല്ലേ. പ്രിയ പറഞ്ഞു തന്നെയാണ് ശരി. ഞാനിവിടെ ഇത്രയും ദിവസം വന്ന് നിൽക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ജനിച്ചു വളർന്ന വീടൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയതല്ലേ. വന്നൊരു 1/2 മണിക്കൂർ നിൽക്കുക, പോവുക, അത്രേ പാടുള്ളൂ. അത് മറന്നുപോയത് ഞാന്. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുക ഏട്ടാ. നീ എങ്ങോട്ട് പോവാൻ? നീ കുറച്ചു ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട് വന്നല്ലേ? സമാധാനത്തോടെ നിന്നിട്ട് പോയാ മതി. ഇതെന്താ ഇവിടെ അവകാശത്തിന്റെ സ്ഥാനത്തിന്റെ ഒക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നത്? എന്താ മോളെ, അവളോട് നിൽക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മോളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നല്ലേ? വീട്ടിൽ നിന്ന് വരുമ്പോ അച്ഛനെയും അമ്മനെയും ആങ്ങളിലേക്ക് ഉപേക്ഷിച്ചിട്ടാണോ വന്നത്? നിനക്കൊരു ആങ്ങളുള്ളതല്ലേ? നാളെ അവന് കല്യാണം കഴിഞ്ഞിട്ട് ആ വരുന്ന പെൺകുട്ടി നിന്നോട് ഇങ്ങനെ ചെയ്താ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? മോളെ കാര്യങ്ങളൊക്കെ മോൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അല്ലെങ്കിൽ തന്നെ മോൾക്കും കുട്ടികൾക്കും അവിടെ വരാനും നിൽക്കാനും അവര് സൗകര്യത്തിനനുസരിച്ച് പോകാനും എല്ലാം ഇവിടെ പറ്റണം. അവളിവിടെ വരരുത്, ഇവിടെ നിൽക്കരുത് എന്ന് പറയാനുള്ള അധികാരം ഇവിടെ ഒരൊറ്റ ആൾക്കും ഇല്ല. ഇനിയിപ്പോ മോൾക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോനൊരു കാര്യം ചെയ്, അവളെയും കൊണ്ട് മാറി താമസിച്ചോ. എന്തമ്മീ പറയുന്നത്? ഈ വീടും വിട്ട് ഞാൻ പുറത്തു പോയി താമസിക്കാനോ? കൂടെ നിന്ന് സ്നേഹിക്കുന്ന ഒരു കുടുംബം കിട്ടുക എന്ന് പറയുന്നത് അത് എല്ലാവരും കിട്ടുന്ന ഒരു കാര്യമല്ല. ഇവിടെ എല്ലാവരും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നതാണ് നിന്റെ പ്രശ്നം അല്ലേ? ഇവരാരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് നീ ഇങ്ങനെ എന്റെ മുന്നിൽ വന്ന് സംസാരിക്കുന്നെങ്കിൽ ഞാൻ നിന്റെ കൂടെ നിന്ന് ഞാൻ സപ്പോർട്ട് ചെയ്തേനെ. നിന്റെ അച്ഛനും അമ്മയും ആങ്ങളെയും നിന്റെ കൂടെ എപ്പോഴും വേണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? അതുപോലെ തന്നെയാണ് എനിക്കും എന്റെ അച്ഛനും അമ്മയും പെങ്ങളും. നീ ഇവിടെ വന്നതിന് ശേഷേ അവള് നീ എന്നുള്ള വ്യത്യാസം അവിടെ ആരും ഉണ്ടാക്കിയിട്ടില്ല, ഇങ്ങോട്ട് ഉണ്ടാക്കാനും പോകുന്നില്ല. മോളൊരു കാര്യം ചെയ്, കുഞ്ഞിനെ കൊണ്ട് ഉറക്കാൻ നോക്ക്. മോൾക്കിപ്പോ മനസ്സിലായില്ലേ ഒരു കുടുംബം എന്താന്നുള്ളത്?